സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കാം. അതിന് 1 കപ്പ് കടലയെടുത്ത് വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. നല്ലതുപോലെ കഴുകിയ ശേഷമാണ് വെള്ളത്തിൽ കുതിർത്തിയെടുക്കേണ്ടത്. രാത്രി കുതിർത്തി രാവിലെ എടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ വെള്ളത്തിൽ ഇടുന്നത്. ഇനി ഈ കുതിർത്തിയെടുത്ത കടലയിലേക്ക് 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഞാൻ കുക്കറിലാണ് ഇടുന്നത്. 8 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കണം. കടല വേവിക്കാൻ വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ പ്ലേറ്റിൽ കാണുന്ന വെജിറ്റബിൾ കൂടി ഇടണം. 1 തക്കാളി മുറിച്ചത്, 1 കഷ്ണം ഇഞ്ചി മുറിച്ചത്, 5-6 വെളുത്തുള്ളി മുറിച്ചത്, 2 പച്ചമുളക് മുറിച്ചത്, പകുതി സവോള മുറിച്ചത്. ഇവയെല്ലാം കൂടി ഒന്നിച്ച് കടലയുടെ കൂടെ ഇടണം. അപ്പോൾ കടല വേവുമ്പോൾ ഇതെല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടും. സാമ്പാറിലുള്ള കഷ്ണം പോലെ വേറെ വേറെ ആവാതെ നല്ലതുപോലെ വെന്ത് കിട്ടണം. അതാണ് കറിയുടെ സ്വാദ്. 1 മുറി തേങ്ങ, പകുതി സവോള, 2 തണ്ട് കറിവേപ്പില, ഇവയെല്ലാം കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ലതുപോലെ ചുവന്ന് വരുന്നത് വരെ വറുത്തെടുക്കണം. സവോളയ്ക്ക് പകരം ചെറിയ ചുവന്നുള്ളിയാണ് നല്ലത്. അതുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും. ഞാൻ കടലക്കറി പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. പലതിനും പല സ്വാദായിരിക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇവയെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഈ വെന്ത കടല നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച മസാലയുടെ കൂട്ട് നല്ലതുപോലെ അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടലക്കറി ആയതുകൊണ്ട് തേങ്ങ നല്ലതുപോലെ അരയണം. അതാണ് കഴിക്കാൻ സ്വാദും കാണാൻ ഭംഗിയും ഉണ്ടാവുക. തേങ്ങ വറുത്തരക്കാതെ ഈ രീതിയിൽ ഉണ്ടാക്കിയാലും കടലക്കറിക്ക് നല്ല സ്വാദുണ്ടാകും. ഇനി ഒന്ന് തിളപ്പിച്ച ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി അഭിപ്രായം പറയണേ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.